എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ വീണ്ടും കടക്കരയിലോട്ട് വന്നെന്ന് പറയണില്ല. ഇന്നത്തെ ഇൻട്രോയില് ശ്രുതിയുണ്ട്. വീണ്ടും കടക്കരയിലോട്ട് വന്നെന്ന് ഞാൻ പറയണില്ല കേട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുഞ്ഞുവാവ വന്നതിന് ശേഷം ഞാൻ മിക്ക ദിവസങ്ങളിലും ഇപ്പൊ കടക്കരയിലാണല്ലോ. അപ്പൊ എല്ലാ ദിവസവും മഞ്ഞുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ വരണ്ടാന്ന് വിചാരിച്ചിരുന്നാണ് കേട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ണനുണ്ട് ഇവിടെ. അപ്പൊ എന്തായാലും അവൾക്ക് കൂട്ടുണ്ട്. അമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോയേക്കണേട്ടാ. അമ്പലത്തില് പറശ്ശിനിക്കടവിൽ പോയേക്കണേണ്. അപ്പൊ അത് കാരണം അമ്മ ഇന്ന് രാവിലെയാണ് പോയത്. അതെ. അപ്പൊ അത് അതാണ് ഞങ്ങളൊന്നും കൊണ്ടുപോകാതിരുന്നത്. സാധാരണ ഞങ്ങളെയും കൊണ്ടുപോകാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങളെ കൊണ്ടുപോയില്ല. നൈസായിട്ട് ഒഴിവാക്കി. പിന്നെ അല്ലാതെ ഞങ്ങൾ കട്ട സപ്പോർട്ടാണ്. എവിടെയാണെന്ന് വെച്ചാൽ അമ്മ അടിപൊളിയായിട്ട് അടിച്ചു പോയിക്കോ, ഞങ്ങള് കൊണ്ടുപോകാൻ കാത്ത് നിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാരണം അമ്മയുടെ ഫ്രണ്ടിന്റെ വേറൊരു വൈബ്. അപ്പൊ അമ്മയുടെ ഫ്രണ്ടിന്റെ കൂടെ പോയി അമ്പലത്തിലേക്ക് പോയി നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ പോയതുകൊണ്ട് ശ്രുതി ഒറ്റക്കാവൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണനുണ്ടല്ലോ, അപ്പൊ ഞാൻ ഇന്ന് വരണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു. വരണ്ടാന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇന്ന് ആ സംഭവം ഉണ്ടായത്. എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നത് അങ്ങനെയല്ലായിരുന്നു വന്നത്. ഉദ്ദേശമൊക്കെ പെട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നതോടെ അങ്ങോട്ട് അലിഞ്ഞുപോയി. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഞാനപ്പോ കണ്ണനെ വിളിക്കണേണ് രാവിലെ. അപ്പൊ അമ്മ എവിടെ എത്തിന്നൊക്കെ ചോദിച്ച് വിളിച്ചപ്പോ അമ്മ പറഞ്ഞ് ശ്രുതിക്കുന്ന ഒരുപാട് ജോലിയൊക്കെ ഉണ്ട് അവിടെ. കണ്ണനുണ്ട്, എന്നാലും ഒരുപാട് ജോലിയൊക്കെ ഉണ്ട്, നിനക്ക് നേരം ഉണ്ടെങ്കിൽ അപ്പൊ നീ ഒന്ന് പോവാറുന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാനപ്പുറത്ത് ഇവർ രണ്ടുപേരും കൂടി ചെയ്തോളൂല്ലോ, ഇത്ര പേരത്ത് പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അമ്മനോട് പറഞ്ഞു നോക്കട്ടെ, പറ്റണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. അത് ഞാൻ കണ്ണനെ വിളിച്ചിട്ട് ഞാൻ കണ്ണനോട് ചോദിക്കണേ, നീ വീട്ടിലുണ്ടാ, എങ്ങനെയാണ് വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ വാടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്താൽ മതിയടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ അനിയനങ്ങോട്ട് ദേഷ്യം വന്നില്ലേ, വരണ്ടടി വരണ്ട, നീ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അകത്തുണ്ട് കേട്ടാ. വരണ്ട നീ വരണ്ടെന്ന്, നീ എവിടെ നിന്നോ, ഞാനുണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം. അപ്പം എനിക്കത് അത്ര പന്തിയല്ല എന്ന് തോന്നിയിട്ട്. എനിക്കാണെങ്കിൽ അപ്പം തന്നെ എനിക്ക് അടിക്കും, അയ്യോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. എന്നിട്ട് ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് ശ്രുതിനെ വിളിച്ചപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനപ്പം തന്നെ ഇങ്ങോട്ട് പോന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ണനെ കുറേ പെണ്ണുങ്ങളുണ്ട്. ഞാൻ മര്യാദക്ക് അങ്ങനെയാണ്, മറ്റേതാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അധികം പണിയൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവളെ നീ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഷോ ആയിരുന്നു. അപ്പോഴാണ് എൻ്റെ അനിയൻ്റെ ഒരു സ്നേഹം നിന്ന് എന്നോടുള്ള. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എന്തെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കരൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കരള് കഴിക്കില്ലേ, ലിവർ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കഴിഞ്ഞ ദിവസം വന്നപ്പോ കുറച്ചാള് മുന്നേ, ഇപ്പോഴൊന്നുമല്ല, ഇപ്പൊ ഒന്നും ഞാൻ ഞായറാഴ്ച ഒന്നും നിൽക്കാനൊന്നും വന്നിട്ടില്ലല്ലോ, കുറെ നാൾ മുന്നേ. അങ്ങനെ ഞാൻ എന്തോ ഒരാഗ്രഹം പറഞ്ഞ സമയത്ത് ഇവൻ കടയിൽ പോയപ്പോ കിട്ടിയിട്ടുണ്ടായില്ല. ഞാനേ ആ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഇന്ന് കടയിൽ പോയി ആ കാര്യം അത് മേടിച്ചുകൊണ്ട് വന്ന വഴിക്കാണ് ഞാനിങ്ങനെ വിളിക്കണത്. ഞാൻ വന്നില്ല എന്ന് പറയുമ്പോ സാധനം കയ്യിലിരിക്കണ്. അപ്പൊ പിന്നെ ദേഷ്യം വരാതിരിക്കോ. അപ്പോൾ ആ ദേഷ്യം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ആ സാധനം വെച്ച് നല്ല അടിപൊളി ഒരു ഫ്രൈ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഞങ്ങളുടെ കുറച്ച് പണികളുടെ കുറച്ച് വിശേഷങ്ങളുണ്ട്. അപ്പോൾ ആ കുറച്ച് വിശേഷങ്ങളൊന്ന് ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ പറയാം അല്ലേ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വാ. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ തട്ടിത്തടഞ്ഞിരുന്നപ്പോഴാണ് ഓർത്ത അന്ന് വേഗം തന്നെ ജോലിയൊക്കെ കഴിക്കുക. പിന്നെ വാവനെ കുളിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി വേഗം പോയിട്ട് വാവനെ കുളിപ്പിക്കുകയും വാവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വാവനെ ഉറക്കാൻ കിടത്തിയപ്പോഴേക്കും ഞാൻ വേഗം ഇറാനും വരെയൊക്കെ അടിച്ചൊക്കെ ഇട്ടിട്ടാ. കുഞ്ഞു പണികളൊക്കെ ഉള്ളൂ കേട്ടോ, ഒരുപാട് പണികളൊന്നുമില്ല. പിന്നെ ശ്രുതി വാവനെയും വെച്ച് ഒരേ കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് വരണുള്ളൂല്ലോ. അപ്പം നമ്മളുടെ ഫുൾ സപ്പോർട്ട് അവർക്ക് വേണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അവൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത്. അതല്ലെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യും. അപ്പോൾ അതേ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് അലക്കാനുണ്ടായി. പിന്നെ വാവയുടെ തുണിയൊക്കെ കഴുകിയൊക്കെ ഇടണമായിരുന്നു. അങ്ങനെ വാവയുടെ തുണിയും കാര്യങ്ങളും കഴുകുമ്പോഴേക്കും ഞാൻ വേഗം അടുക്കളയിലെ കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ നിർത്തിയിട്ടാ. അങ്ങനെ ഞാൻ വേഗം കരളൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, കാരണം മീൻ തേച്ചൊക്കെ തന്നിട്ടുണ്ടായി. അങ്ങനെ തേച്ച മീനെയൊക്കെ ഞാൻ വെട്ടി ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ കരൾ വേവിക്കാൻ വെച്ചത്. അപ്പോഴേക്കും പിന്നെ ഞാനും ചെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി തുണിയൊക്കെ അങ്ങോട്ട് ഊരി വിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുവാവ് എഴുന്നേറ്റിട്ടാ. അപ്പോൾ കുഞ്ഞുവാവ് എഴുന്നേറ്റപ്പോഴേക്കും ഞാൻ വേഗം വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ആളവിടെ കിടന്ന് നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഫോണായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ചിരി കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഞാൻ എന്തൊക്കെയോ ഗോഷ്ടിത്തരമൊക്കെ കാണിച്ച് ചിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അത് ഇങ്ങനെ കിടന്ന് കുറേ നേരം ഇങ്ങനെ കളിച്ചോളൂ കേട്ടോ. ആരും ഇങ്ങനെ നമ്മളിങ്ങനെ ഒളിച്ച് നിന്ന് നോക്കുമ്പോൾ ആൾ തന്നെ കളിക്കണതാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും വേണ്ടി ഒരു ചിരിയൊക്കെ ആൾ പാസ്സാക്കി തന്നിട്ടുണ്ട്. പിന്നെ വേഗം ശ്രുതിയും വന്നിട്ടുണ്ടായി. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മീനും വറുക്കാനിട്ട് നമ്മുടെ പനിഞ്ഞീനും വറുക്കാനിട്ട് പിന്നെ നമ്മുടെ കരളാണെങ്കിൽ കരൾ സാധാരണ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയിട്ട്
നന്നായിട്ട് കഴുകി ആവി ഏറ്റിയിട്ട് പിന്നെ ഞാനിങ്ങനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് ആദ്യത്തെ കഷ്ണമൊക്കെ ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത്, പിന്നെ ഒന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതേ അതിനെ നമ്മൾ സവാളയും പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ച് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വരട്ടി എടുക്കണ്ട കേട്ടോ. ഞാനും കണ്ണനുമാണ് കരൾ കാണുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് വായിൽ വെള്ളം വന്നിട്ട്. ഞാനും കണ്ണനുമാണ് കേട്ടോ ഇവിടുത്തെ കരൾ പ്രേമികൾ. ഞങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദേ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ടേബിളുമ്പോൾ കൊണ്ടുവന്ന് വെച്ച് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് എന്തായാലും ഉച്ചയാകുമ്പോഴേക്കും പോകണം. അപ്പോൾ സുധപ്പനാണെങ്കിൽ ഇന്ന് അവധിയുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ സുധപ്പനാണെങ്കിൽ വീട്ടിലുണ്ട്, ട്യൂഷൻ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേഗം പോകാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണനും ശ്രുതിയും എല്ലാം കുളിച്ചൊക്കെ റെഡിയായൊക്കെ വന്നിട്ടുണ്ട്. ദേ നമ്മുടെ കുഞ്ഞപ്പനാണെങ്കിൽ അടുത്ത ഉറക്കത്തിന് തയ്യാറെടുക്കണ്ട കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ മേത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ നല്ല സുഖമാണെന്ന് തോന്നുന്ന ആൾക്ക്, ചൂട് കിട്ടുമല്ല. അങ്ങനെ ദേ പിന്നെ ഞങ്ങൾ വാവനെ കൊണ്ട് കിടത്തിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരോടും ഭക്ഷണം കഴിക്കാനിരുന്ന്. അപ്പോൾ ദേ കണ്ണൻ്റെ മനസ്സും എൻ്റെ മനസ്സും നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം ഇന്നത്തെ ശ്രുതി അവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പാവനിയൻ എനിക്ക് വേണ്ടിയിട്ട് ലിവർ മേടിച്ച് കാത്തിരുന്ന എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? നല്ലായിരുന്നു. നല്ല നമ്മള് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇവർക്ക് ഉണ്ടാക്കാൻ അറിയാതെ നന്നായിട്ട് ബാക്കിയുള്ള എല്ലാവരും കൊളാക്കി അതിവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. കാര്യങ്ങൾ അവിടെ ഒരാൾ നീക്കുന്നുണ്ട്. ആണോ? അയ്യോ, ഉറക്കി കിടത്തിയിട്ടാണ് ഞങ്ങള് ചോറിനാനൊക്കെ പോയത്. അപ്പൊ സഹകരിച്ചു തന്ന നമ്മുടെ വേദൂട്ടിന് പ്രത്യേകം നന്ദി. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. അപ്പൊ നമ്മുടെ കടക്കര വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണം അല്ലേ? അപ്പൊ നമുക്കിനി നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. ബൈ.